ഇത് വളരെ പ്രാധാന്യമുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും റബ്ബിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഇൻഷാഅല്ലാഹ് ഓർമ്മപ്പെടുത്തുന്നത്. റസൂൽ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വം ഞാൻ പിന്നെ പറയേണ്ടതില്ല. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഉ സഖതിക. 4 സെന്റൻസുകൾ, 4 വരി മാത്രമേ പ്രാർത്ഥന ഉള്ളൂ. അതിന്റെ ആശയം നമ്മൾ ഗ്രഹിക്കണം. എന്താണെന്നറിയോ? അല്ലാഹുവേ, നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു 4 കാര്യങ്ങളിൽ നിന്ന്. അത് എന്നും റസൂല് ചോദിച്ചുകൊണ്ടിരിക്കും. അറിയുന്നവരുണ്ടാവും, അറിയാത്ത ആളുകൾ ഇത് പഠിച്ച് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ്. ആദ്യം പ്രവാചകൻ രക്ഷ ചോദിക്കുന്നത് മിൻ സവാലി നിഅമതിക്, നീ നൽകിയ അനുഗ്രഹങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് റബ്ബേ ഞാൻ രക്ഷ ചോദിക്കുന്നു. നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ജോലി, കച്ചവടം, ബിസിനസ്, മക്കള്, കുടുംബം, നമ്മുടെ വാഹനം. ഇതില്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച്, ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദിവസത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പണം വരുമാനം വരുന്ന ജോലി, ബിസിനസ്സും കച്ചവടം ഇന്ന് നഷ്ടപ്പെട്ടാലോ? വാഹനമില്ലെങ്കിലോ? കുടുംബാംഗങ്ങളെ മരണപ്പെട്ടു പോയാലോ? ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ആളുകൾ ഓർക്കുകയോ അതിന് നന്ദി കാണിക്കുകയോ ഈ പ്രാർത്ഥന ചെല്ലുകയോ ചെയ്യാറില്ല. എന്നും നമ്മൾ പ്രാർത്ഥിക്കണം. അത് നഷ്ടപ്പെട്ടു പോകുന്ന ദിവസത്തെ കുറിച്ച് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയൂല. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് റബ്ബേ രക്ഷ ചോദിക്കുന്നു. രണ്ടാമത്തേത് വതഹവ്വുലി ആഫിയതിക്, നീ നൽകിയ ആരോഗ്യം റബ്ബേ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അത് നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് നമുക്ക് ഉള്ള ഒരു ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാവുള്ളൂ. ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്, നാളെ മുതൽ കേൾക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലോ? ഇന്ന് കാണുന്നുണ്ട്, നാളെ മുതൽ നമുക്ക് കാഴ്ചയില്ലെങ്കിലോ? അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു സ്ട്രോക്ക് വന്ന ആളാണെങ്കിൽ മുന്നത്തെ പോലെ ജീവിക്കാൻ കഴിയൂല. ഹാർട്ട് അറ്റാക്ക് വന്ന ആളുകളാണെങ്കിൽ, കിഡ്നി പേഷ്യൻസ് ആണെങ്കിൽ മുന്നത്തെ പോലെ അവർക്ക് ജീവിക്കാൻ സാധ്യമാകുകയില്ല. ഒരു കൈയുടെ വിരൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അതിനടുത്ത ദിവസം മുതലാണ് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ എന്ത് ആരോഗ്യമാണ് നമുക്ക് നിലവിലുള്ളത്? ആ ആരോഗ്യം നഷ്ടപ്പെടുന്നതിൽ നിന്ന് റബ്ബിനോട് നാം എപ്പോഴും കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക്. ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ്. മൂന്നാമത്തെ റസൂൽ രക്ഷ ചോദിച്ചത് വഫുജാഅതി നിഖമതിക്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്. നമുക്കറിയാം, അപകട മരണങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ബിൽഡിങ്ങുകൾ തകർന്നുകൊണ്ട്, വെള്ളപ്പൊക്കത്തിലൂടെ, പ്രകൃതി ദുരന്തങ്ങളിലൂടെ, മണ്ണിടിച്ചിലൂടെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കാണുന്നതാണ്. പെട്ടെന്ന് മരണം സംഭവിക്കും. നമ്മൾ പറയട്ടെ, പെട്ടെന്നുള്ള മരണമായിരുന്നു. ആ ഒരു മരണത്തിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിച്ചിരുന്നു. നാലാമത്തേത് വജമീഉ സഖതിക്, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന്. എന്തൊക്കെ കാര്യത്തിനാണോ റബ്ബ് നമ്മളോട് കോപിക്കുന്നത് അതിൽ നിന്നെല്ലാം റബ്ബിനോട് നമ്മൾ രക്ഷ ചോദിക്കുക. ഈ പ്രാർത്ഥന നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ച് ഇൻഷാ അല്ലാഹ് ദിവസവും നമ്മൾ പ്രാവർത്തികമാക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഉ സഖതിക. അല്ലാഹുവേ, ആരോഗ്യം നീങ്ങി പോകുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ നീങ്ങി പോകുന്നതിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, നിന്റെ കോപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, കാത്തുരക്ഷിക്കണേ, കാവൽ നൽകണേ എന്ന പ്രാർത്ഥന നമ്മൾ ഇൻഷാ അല്ലാഹ് സ്ഥിരമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അനുഗ്രഹങ്ങളെ നിലനിർത്തുമാറാകട്ടെ.